الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വയലൻസ് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നൂറ് ഖുർആൻ ക്ലാസ് അല്പസമയം മാത്രം ഞാനെടുത്ത് അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ നാം വിശദീകരിച്ചതിന്റെ ബാക്കി 141 ആയത്തിന്റെ വ്യാകരണ നിയമവും അതോടൊപ്പം തന്നെ 139, 140, 141 ആയത്തുകളുടെ വിശദീകരണവുമാണ് നമുക്കിനി ബാക്കിയുള്ളത്. അത് പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ ജുസ് പൂർത്തിയാവുന്നതാണ്. ഏതായിരുന്നാലും ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم قل أتحاجوننا في الله وهو ربنا وربكم ولنا أعمالنا ولكم أعمالكم ونحن له مخلصون أم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط كانوا هودا أو نصارى قل أأنتم أعلم أم الله ومن أظلم ممن كتم شهادة عنده من الله وما الله بغافل عما تعملون تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. ഈ ഭാഗമാണ്, ഈ ആയത്താണ് അതിലെ വ്യാകരണ നിയമം. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ളൊരു ആയത്ത് ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. തിൽക ഉമ്മത്തുൻ, തിൽക ഉമ്മത്തുൻ അതൊരു സമുദായം, ഖദ് ഖലത് അത് കാലം കഴിഞ്ഞു പോയി, ലഹാ മാ കസബത് അത് സമ്പാദിച്ചത് അതിനുണ്ടായിരിക്കും, വലക്കും മാ കസബത്തും നിങ്ങൾ സമ്പാദിച്ചു വെച്ചത് നിങ്ങൾക്കും ഉണ്ടായിരിക്കും, വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെ പറ്റി നിങ്ങളോട് ചോദിക്കപ്പെടുന്നതല്ല. തിൽക ഉമ്മത്തുൻ അതൊരു സമുദായം. തിൽക എന്ന് പറഞ്ഞാൽ ഇസ്മു ഇഷാറയാണ്. ഇസ്മു ഇഷാറയാണ്, ഫത്ഹിൽ മബ്നിയായിട്ടുള്ള ഇസ്മു ഇഷാറയാണ്. അത് മുബ്തദഇന്റെ സ്ഥാനത്താണ് വരുന്നത്. തിൽക ഉമ്മത്തുൻ അതൊരു സമുദായമാണ്. അത് തിൽക മുബ്തദ ആണെങ്കിൽ ഉമ്മത്തുൻ അത് ഖബറാണ്. അത് രണ്ടും മർഫു ആയിരിക്കും. രണ്ടും മർഫു ആണ്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് അത് കാലം കഴിഞ്ഞു പോയി. ഖല യഖ്ലു അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഖലത്. അതിന്റെ തഅനീസിന്റെ രൂപമാണ്. അത് കഴിഞ്ഞു പോയി. ഖദ് ഹർഫ് തഹ്ഖീഖാണ് അല്ലെ. ഖലത്ത് എന്ന് പറയുമ്പോൾ അത് ഫിഅല് മാദി. ഖല എന്നതിൽ നിന്നുണ്ടാകുന്ന അതിന്റെ മുഅന്നത്തിന്റെ രൂപമാണ് തഅനീസ്. അതായത് ഗായിബ് മുഅന്നസ് മുഫ്രദായി വരുന്ന ഭാഗം. അപ്പം അത് ഖലത്ത്. ഖലത്ത് എന്ന് പറയുമ്പോൾ ഫിഅല് മാദിയാണ്. പിന്നെ ഖല എന്നതിന്റെ അവസാനത്തിലുള്ള
ഹർഫ് അത് ഹദഫ് ചെയ്തുകൊണ്ട് ഖല ലാം ഫത്ഹ് ആയിക്കൊണ്ട് ആണ് വരിക. അപ്പൊ ഖലത്ത് താ യഥാർത്ഥത്തിൽ തഅനീസിനുള്ള താ ആണ്. അത് ഹിയ എന്നാണ് അതിൽ അടങ്ങിയിട്ടുള്ള ളമീർ. ഖലത്ത് ലഹ ലഹ അതിനുണ്ട്. ലാമ് ഹർഫ് ജറാണ്. ഹാ എന്നത് ളമീറാണ്. ആ ളമീർ സുക്കൂനിൽ മബ്നിയാണ്, ജറിന്റെ സ്ഥാനത്താണ് വരുന്നത്. കാരണം ലാം, അതായത് ലഹ ലാമ് എന്താണ് ലി എന്ന ഹർഫ് ജറാണ്. അതുകൊണ്ട് ശേഷം വരുന്നത് മജ്റൂറായിരിക്കും. ലഹ മാ കസബത്ത്, മാ കസബത്ത് അത് സമ്പാദിച്ചത് എന്തോ, യാതൊന്ന് മാ ലഹ അതിനുണ്ട്, മാ യാതൊന്ന്, അതായത് ഇസ്മു മൗസൂൽ. കസബത്ത് കസബ യക്സിബു ഫിഅൽ മാദിയാണ്. കസബ താ കസബത്ത് തഅനീസിന്റെ താ ആണ്. വലക്കും മാ കസബത്തും അതുപോലെ വാവ്, വാവ് അത്ഫിന്റെ വാവാണ്. ലക്കും ലാം, ലക്കും ലക്കും ലാമ് അതിനോട് കൂടെ കും എന്ന ളമീർ ചേരുന്നു. ലി എന്ന ഹർഫ് ജറിന് ശേഷം കും എന്ന ളമീർ ചേരുന്നു. ആ ളമീർ സുക്കൂനിൽ മബ്നിയാണ്. അത് ജറിന്റെ സ്ഥാനത്തായിരിക്കും, അതിന് തൊട്ട മുമ്പ് ഹർഫ് ജറുള്ളത് കൊണ്ട്. വലക്കും മാ അതുപോലെ മാ യാതൊന്ന് കസബത്തും, മാ ഇസ്മു മൗസൂലയാണ്. കസബത്തും നിങ്ങൾ സമ്പാദിച്ചു. കസബത്തും കസബത്തും ആദ്യത്തത് കസബത്ത് ലഹ മാ കസബത്ത് എന്ന് പറയുമ്പോൾ അത് ഗായിബ് മുഅന്നത്ത് മുഫ്രദാണ്. കസബത്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ, ഹാദിർ ജംഅ് മുദക്കറാണ്. നിങ്ങൾ സമ്പാദിച്ചത്. തിൽക ഉമ്മത്തുൻ, അത് ഉമ്മത്ത് എന്നത് മുഅന്നത്ത് ആയതുകൊണ്ടാണ് ലഹ മാ കസബത്ത് എന്നായത്. അത് ഖലത്ത് അത് കഴിഞ്ഞു പോയി. അപ്പം ഉമ്മത്ത് മുഅന്നത്ത് ആയതുകൊണ്ട് ഖലത്ത് ആയി. അതുപോലെ തന്നെ മാ കസബത്ത് എന്ന താന്റെ തഅനീസ് വരാനുള്ള കാരണം ഉമ്മത്തിലേക്കാണ് അത് മടങ്ങുന്നത്. ഉമ്മത്ത് മുഅന്നത്താണ്. വലക്കും മാ കസബത്തും, വല കസബത്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ സമ്പാദിച്ചു. അത് ഫിഅൽ മാദിയാണ്. കസബ് കസബ്തും, അതായത് ഫിഅൽ മാദി അത് സുക്കൂനിൽ മബ്നിയാണ്. തും എന്ന ളമീർ അതാണ് ഒരു ഫാഇല്, അത് മർഫൂആയി വരുന്നത്, റഫ്ഇന്റെ സ്ഥാനത്ത് വരുന്നത്. വലാ തുസ്അലൂന, വ വീണ്ടും മറ്റൊരു കാര്യം പറയാണ്. വ അത് ഇസ്തിഗ്നാഫിന്റെ ഹർഫാണ്. ലാ തുസ്അലൂന, ലാ നഫിയുടെ ഹർഫാണ്. തുസ്അലൂന സഅല യസ്അലു യുസ്അലു, തുസ്അലു സഅല യസ്അലു, യസ്അലു ഫിഅൽ മുദാരിയാണ്. പക്ഷെ യുസ്അലു എന്ന് പറയുമ്പോൾ അത് മജ്ഹൂലായി, ഫിഅൽ മുദാരി മജ്ഹൂലാണ്. അപ്പോൾ ഇവിടെ തുസ്അലു നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു, നീ ചോദ്യം ചെയ്യപ്പെടുന്നു. തുസ്അലു തുസ്അലൂന നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ്. അപ്പോൾ തുസ്അലൂന ഫിഅൽ മുദാരിയാണ്, മബ്നിയുൻ ലിൽ മജ്ഹൂൽ. അത് മർഫൂആയി വരുന്നത്. തുസ്അലൂന ചോദ്യം ചെയ്യപ്പെടുന്നു. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അമ്മാ അൻ ഹർഫ് ജറാണ്, അതിലേക്ക് മാ ചേരുന്നു, ഇസ്മു മൗസൂൽ ചേരുന്നു. അപ്പോൾ അത് അമ്മാ എന്ന് വായിക്കപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്യുന്നു. അമ്മാ. അപ്പൊ അന്ന് ഹർഫ് ജറും മാ ഇസ്മു മൗസൂലാണ്. അന്ന് അതിന് മുമ്പിൽ വരുന്നതായതുകൊണ്ട് മാ ഇസ്മു മൗസൂൽ എന്തായിരിക്കും? അത് ജറിന്റെ സ്ഥാനത്തായിരിക്കും. അമ്മ കാനൂ കാനൂ യഅമലൂൻ, കാനു അവരായിരുന്നു, യഅമലൂന അവർ പ്രവർത്തിക്കുന്നു. അപ്പൊ കാനു എന്നത് ഫിഅൽ മാദി ളമ്മിൽ മബ്നിയാകുന്നത് കാനു. ഇതിന് ശേഷം വാവുൽ ജമാഅത്ത്. ആ വാവുൽ ജമാഅത്ത് എന്താണ്?
അത് വമീറാണ്, സുക്കൂനിൽ മബ്നിയാകുന്ന വമീറാണ്. അത് ഇസ്മ് കാനയുടെ ഇസ്മായിട്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് മർഫു ആണ്. കാനയുടെ ഇസ്മ് റഫു ചെയ്യപ്പെടുന്നു. യഅമലൂൻ, അമില, യഅമലു, യഅമലൂന. അത് ഗായിബ് ജംഉ മുദക്കറാണ്. ഗായിബ് മുദക്കർ ജംഉ. ഫിഅൽ മുളാരി മർഫുആണ്, യഅമലൂന. അത് യഅമലൂന എന്നത് കാനു യഅമലൂന, അതുപോലെ ഖബർ, കാനയുടെ ഖബറിന്റെ സ്ഥാനത്താണ് വരുന്നത്. അതുകൊണ്ട് അത് യഅമലൂന അവിടെ ശരിക്ക് മൻസൂബാണ്, ശരിക്കും നസ്ബ് ചെയ്യപ്പെടുന്നത്, നസ്ബിന്റെ സ്ഥാനത്താണ് വരുന്നത്. ഇത് ഈ ആയത്ത്, ഇതുപോലെ ആയത്ത് ഇതിന് തൊട്ട് മുമ്പ് വളരെ വിശദമായിട്ട് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ ഷോർട്ടായിട്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു പോയത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. അതൊരു സമുദായം, അത് കാലം കഴിഞ്ഞു പോയി, അത് സമ്പാദിച്ചു വെച്ചത് അതിനുണ്ടായിരിക്കും, നിങ്ങൾ സമ്പാദിച്ചു വെച്ചത് നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി നിങ്ങളോട് ചോദിക്കപ്പെടുന്നതുമല്ല. അപ്പൊ ഇതിന് ഈ ആയത്തുകൾ 139 മുതലുള്ള ആയത്തുകൾ എന്താണ്? നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ സംവാദം നടത്തുകയാണ്, തർക്കം നടത്തുകയാണ്. അത് ഞങ്ങളോട്, നിങ്ങളുടെയും രക്ഷിതാവ് അവനാകുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുകൾ, നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകൾ. ഞങ്ങൾ അവനോട് നിഷ്കളങ്കന്മാരും അത്രേ. എന്നിട്ട് ചോദിക്കുന്നത് ഇബ്രാഹീമും ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബും അദ്ദേഹത്തിന്റെ സന്തതികളുമെല്ലാം ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളാണോ കൂടുതൽ അറിയുന്നത്, അതോ അള്ളാഹു ആണോ കൂടുതൽ അറിയുന്നത്? അള്ളാഹുവിങ്കൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള തന്റെ പക്കലുള്ള വല്ല സാക്ഷ്യത്തെയും മറച്ചു വെക്കുന്നതിനേക്കാൾ അധികം അക്രമി ആരുണ്ട്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനൊന്നുമല്ല എന്നാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നത്, മുൻ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള എല്ലാവരുടെയും റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിൽ ഞങ്ങളുടെ റബ്ബ് അള്ളാഹു, നിങ്ങളുടെ റബ്ബ് വേറൊന്ന് എന്നൊരു വാദം ഞങ്ങൾക്കില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളതല്ല. ലോകത്തിന്റെ സൃഷ്ടാവാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടുള്ള അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളിൽ വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരൊക്കെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ, എന്നാണ് ജൂതമതത്തിന്റെ തുടക്കം, എന്നാണ് ക്രിസ്തീയ മതത്തിന്റെ തുടക്കം എന്ന് ഓരോ പ്രവാചകന്റെയും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയിലേക്ക് ക്രിസ്തീയ മതത്തെ ചേർത്ത് പറയുന്നവർ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയിലേക്ക് ജൂതമതത്തെ ചേർത്തി പറയുന്നവർ, അതിനു മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ, ഇബ്രാഹീമിന്റെ മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരും എല്ലാവരും ആരൊക്കെയായിരുന്നു? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയും പോലെ, നിങ്ങൾ വാദിക്കും പോലെ ഇബ്രാഹീമും ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബും ഒക്കെ ജൂതന്മാരോ ക്രിസ്ത്യാനികളൊക്കെ ആയിരുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ, അങ്ങനെയുള്ളൊരു വിവരം, അറിവ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? എന്നാൽ അള്ളാഹുവാണല്ലോ ഏറ്റവും എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം അത് മറച്ചു വെച്ചതിനേക്കാൾ അക്രമി ആരാണുള്ളത്? ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ജൂത പുരോഹിതന്മാർക്കറിയാം, ക്രൈസ്തവ പുരോഹിതന്മാർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാകുന്നു. പക്ഷേ അത് മറച്ചു വെക്കപ്പെടുകയാണ്. അങ്ങനെ മറച്ചു വെക്കുക എന്നത് ഏറ്റവും വലിയ അക്രമമാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്ന, നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന നിങ്ങളുടെ ഈ അക്രമങ്ങളൊന്നും, അതിനെക്കുറിച്ചൊന്നും അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്നാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ജൂതമതമോ ക്രിസ്തീയ മതമോ സ്വീകരിച്ചെങ്കിലേ രക്ഷയുള്ളൂ. ഞങ്ങളുടെ വേദവും മതവുമാണ് മുമ്പേ ഉള്ളത്.
നമ്മുടെ എല്ലാം പിതാക്കളായ ഇബ്രാഹിം നബി തുടങ്ങിയവരുടെ മതമാണ് ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് യഥാർത്ഥ സന്മാർഗികൾ ഞങ്ങളാണ് എന്നിങ്ങനെയുള്ള വേദക്കാരന്റെ ന്യായവാദങ്ങൾക്കും കുതർക്കങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ വചനങ്ങളിൽ. യഹൂദികളെയും ക്രിസ്ത്യാനികളെയും പൊതുവിൽ ബാധിക്കുന്നതാണ് മറുപടി. ആദ്യത്തെ വചനത്തിന്റെ ചുരുക്കസാരം ഇങ്ങനെ മനസ്സിലാക്കാം: അള്ളാഹു നമ്മിൽ ഒരു കൂട്ടരുടെയും മാത്രം റബ്ബല്ല, രണ്ടു കൂട്ടരുടെയും റബ്ബാണവൻ. എല്ലാവരുടെയും കർമ്മഫലങ്ങൾ അവരവർ തന്നെ അനുഭവിക്കുകയും വേണം. ഒരു കൂട്ടരുടെ ചെയ്തികളെപ്പറ്റി മറ്റേ കൂട്ടർക്ക് ബാധ്യതയൊന്നുമില്ല. അവന്റെ ആരാധനയിൽ കളങ്കം ചേർക്കുകയും അവന്റെ മതശാസനകളിൽ മായം ചേർക്കുകയും ചെയ്യുന്നവർ നമ്മിൽ ആരാണോ അവർ പിഴച്ചവരും അവയിൽ നിഷ്കളങ്കത പാലിക്കുന്നവർ ആരോ അവർ നിർമാർഗികളുമായിരിക്കും. ആരാധനയിലാവട്ടെ മതശാസനകളിലാകട്ടെ കളങ്കവും കാപട്യവും കലർത്തുന്ന പതിവ് ഞങ്ങൾക്കില്ല, നിങ്ങൾക്കാണുള്ളത്. എന്നിരിക്കെ നിങ്ങളുടെ ന്യായവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒരർത്ഥവുമില്ല. രണ്ടാമത്തെ വചനത്തിലെ ആശയം ഇങ്ങനെ വിവരിക്കാം: നമ്മുടെ പിതാക്കളും മുൻ പ്രവാചകന്മാരുമായി ഇരുന്ന അവരൊക്കെ യഹൂദികളോ ക്രിസ്ത്യാനികളോ ആയിരുന്നുവെന്നാണോ നിങ്ങൾ പറയുന്നത്? അവരാരും യഹൂദികളോ ക്രിസ്ത്യാനികളോ ആയിരുന്നില്ല. ഇസ്രായേലിയുടെ ഉത്ഭവം തന്നെ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് എന്നിവരുടെ ശേഷം യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്കാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബിയുടെ തൗറാത്താണെങ്കിൽ പിന്നീട് വളരെ കാലത്തിന് ശേഷം അവതരിച്ചതും. യഹൂദമതമാവട്ടെ അത് തൗറാത്തിനെ മാത്രം പ്രമാണമാക്കിക്കൊണ്ടുള്ളതുമല്ല, പിന്നീട് നിലവിൽ വന്ന യഹൂദ പണ്ഡിത സഭയാൽ ആവിഷ്കൃതമായ ആചാരമുറകൾ അനുസരിച്ചാണുള്ളത്. ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഈസാ നബിയുടെ അനുയായികളാണെന്നാണല്ലോ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജനനം മേൽപ്പറഞ്ഞവരുടെ ശേഷം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. അവർ ആചരിച്ചു വരുന്ന മതമാവട്ടെ അദ്ദേഹത്തിന്റെയോ അദ്ദേഹം കൊണ്ടുവന്ന ഇഞ്ചീലിന്റെയോ അധ്യാപനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമല്ല. അദ്ദേഹത്തിന് ശേഷം നിലവിൽ വന്ന ക്രിസ്തീയ സഭകളാൽ ആവിഷ്കരിക്കപ്പെട്ട ചില പുതിയ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാകുന്നു. വാസ്തവം ഇതെല്ലാമായിരിക്കെ ആ വാദത്തിന് എന്തർത്ഥമാണുള്ളത്? ആ പ്രവാചകന്മാരൊക്കെ നിങ്ങളുടെ മതം ആചരിക്കുന്നവരായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. അല്ലെന്ന് അള്ളാഹുവും പറയുന്നു. ആർ പറയുന്നതായിരിക്കും ശരി? ആർക്കാണ് വാസ്തവം കൂടുതൽ അറിയുക? നിങ്ങൾക്കോ അള്ളാഹുവിനോ? അള്ളാഹുവിന് തന്നെ, സംശയമില്ല. അള്ളാഹുവിങ്കിൽ നിന്ന് അവന്റെ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും മുഖേന ലഭിച്ചിട്ടുള്ള സത്യസാക്ഷ്യങ്ങളെ വെളിപ്പെടുത്താതെ സ്വാർത്ഥലാഭങ്ങളെയും തന്നിഷ്ടങ്ങളെയും ലക്ഷ്യമാക്കി പുതിയ നിയമങ്ങൾ നിർമ്മിച്ചും ദുർവ്യാഖ്യാനം ചെയ്തും യഥാർത്ഥം മൂടിവെക്കുന്ന നിങ്ങളെക്കാൾ അക്രമം പ്രവർത്തിക്കുന്നവർ വേറെ ആരാണുള്ളത്? ഇതൊന്നും അള്ളാഹു അറിയുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ലെന്ന് കരുതേണ്ട. അവന്റെ മുമ്പിൽ നിങ്ങൾ ശരിക്കും ഉത്തരം പറയേണ്ടി വരുമെന്ന് ഓർത്തുകൊള്ളുക. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു: യാ അഹ്ലൽ കിതാബി ലിമ തുഹാജ്ജൂന ഫീ ഇബ്രാഹീമ വമാ ഉൻസിലത് തൗറാത്തു വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദിഹി എന്ന് തുടങ്ങുന്ന സൂറത്ത് ആലി ഇംറാനിലെ 65-ാമത്തെ വചനത്തിൽ, ഏ വേദക്കാരെ, എന്തിനാണ് ഇബ്രാഹിമിന്റെ കാര്യത്തിൽ നിങ്ങൾ ന്യായവാദം നടത്തുന്നത്? തൗറാത്തും ഇൻജീലും അദ്ദേഹത്തിന് ശേഷമല്ലാതെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നില്ലേ? പ്രവാചകന്മാർ മുഖേനയോ വേദഗ്രന്ഥം മുഖേനയോ സ്ഥാപിതമായ വാസ്തവങ്ങൾക്ക് നിരക്കാത്ത വിധി നിയമങ്ങളും സിദ്ധാന്തങ്ങളും മതത്തിന്റെ പേരിൽ വെച്ചു കിട്ടുന്ന പണ്ഡിതന്മാരെ അവർ യഹൂദികളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ മറ്റോ എന്ന് വ്യത്യാസം കൂടാതെ പ്രത്യേകം ബാധിക്കുന്ന ഒരു കനത്ത താക്കീതാണ് വമൻ അദ്ലമു മിമ്മൻ കതമ ഷഹാദതൻ ഇൻദഹു എന്നുള്ള ഈ ആയത്ത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഇവിടെ ഈ ആയത്തുകളിൽ യഥാർത്ഥത്തിൽ ഈ ആയത്തുകളുടെ വിശദീകരണങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ അവൻ സ്വീകരിക്കുന്ന മതം എന്ന് പറയുന്നത് അത് ഇസ്ലാം മാത്രമാകുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട ആരുടെയെങ്കിലും കൈകളാൽ സ്ഥാപിക്കപ്പെട്ട ഒരു മതമല്ല. മറിച്ച് ഇസ്ലാം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് പൂർണ്ണമായും സമർപ്പിച്ചിട്ടുള്ള സമർപ്പണത്തിന്റെ മതം എന്നുള്ളതാണ്. ഒരു മനുഷ്യ ജീവിതത്തെ പൂർണ്ണമായും അള്ളാഹുവിനായി ഏകനായ തമ്പുരാന് അവന്റെ സൃഷ്ടാവിന് വേണ്ടി സമർപ്പിക്കുക, പൂർണ്ണമായും സമർപ്പിക്കുക. എന്നാൽ ഇവിടെ
മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമല്ലാത്ത മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഒന്നുകിൽ ചില വ്യക്തികളിലേക്ക്, ചില പ്രദേശങ്ങളിലേക്ക്, ചില പ്രസ്ഥാനങ്ങളിലേക്ക് ചേർത്ത് പറയുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇബ്രാഹീമും ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബും എല്ലാം ജൂതന്മാരായിരുന്നു എന്ന് പറയുന്ന ജൂതന്മാർ യഥാർത്ഥത്തിൽ ബനു ഇസ്രായേലിന്റെ തുടക്കം തന്നെ ഇസ്രായേൽ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ശേഷമാകുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇബ്രാഹിമും ഇസ്ഹാഖും എല്ലാം ഇസ്മായിലും എല്ലാം അവർ ജൂതന്മാരാകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. മാത്രവുമല്ല, ജൂത മതത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ രൂപവൽക്കരിക്കപ്പെടുന്നത് പോലും തൗറാത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലശേഷം ജൂത സഭകളാകുന്നു യഥാർത്ഥത്തിൽ യഹൂദ മതത്തിന് രൂപവൽക്കരണം അല്ലെങ്കിൽ അത് രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയോ അല്ലെങ്കിൽ ഇസ്ഹാഖ് നബിയോ യാക്കൂബ് നബിയോ യൂസുഫ് നബിയോ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളിൽ വരുന്ന മറ്റു പ്രവാചകന്മാരോ ആരും തന്നെ ഇതിൽ പങ്കെടുത്തിട്ടില്ല. അത്തരമൊരു മതത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. മറിച്ച് അവരുടെ മതം എന്ന് പറയുന്നത്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മതം എന്ന് പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അസ്ലിം എന്ന് പറയുകയും നീ മുസ്ലിം ആവുക, നീ പൂർണ്ണമായും അല്ലാഹുവിന് കീഴൊതുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവിന് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറയുകയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള ഒരു കാര്യം യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ മുഴുവനും അയച്ചത് അവന്റെ ദിവ്യ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ദിവ്യ സന്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിനെ പൂർണ്ണമായും കീഴ്പ്പെടുവാനും അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിക്കുവാനും വേണ്ടിയാകുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു മതങ്ങളെ സ്ഥാപിച്ചിട്ടില്ല, അതിന്റെ ആവശ്യവുമില്ല. അതുപോലെ തന്നെയാണ് ക്രിസ്തീയ മതത്തെ സംബന്ധിച്ചിടത്തോളവും. അത് ചേർത്ത് പറയുന്നത് ഈസാ നബിയിലേക്കാണെങ്കിലും ഇഞ്ചീലിലേക്കാണെങ്കിലും യഥാർത്ഥത്തിൽ അതും രൂപവൽക്കരിക്കപ്പെടുന്നത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമ ഉയർത്തപ്പെട്ടതിന് ശേഷമാകുന്നു. അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടല്ല, മറിച്ച് ക്രിസ്തീയ സഭകൾ ചേർന്നുകൊണ്ട് ഒരു മതത്തെ സ്ഥാപിക്കുകയാണുണ്ടായത്. ഇതെല്ലാം അറിയുന്ന ആളുകളാകുന്നു അവരെല്ലാവരും. പക്ഷേ അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ അറിയുന്നവരാകുന്നു മത പുരോഹിതന്മാരും പണ്ഡിതന്മാരുമായിട്ടുള്ള ആളുകൾ. പക്ഷേ അതവർ മറച്ചു വെക്കുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിന് പകരം അള്ളാഹുവല്ലാത്തവർ ആരാധിക്കപ്പെടുന്ന അവസ്ഥകൾ, അതിനെ വിശുദ്ധ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതിലേക്ക് തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് പുരോഹിതന്മാരുടെ വാക്കുകൾക്ക് അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട് ജനങ്ങൾ അതെല്ലാം സ്വീകരിച്ചു വരുന്നു. ഇതൊന്നും യഥാർത്ഥത്തിൽ അള്ളാഹു അവതരിപ്പിച്ച മതത്തിന്റെ ഭാഗമല്ല. പക്ഷെ ഇതെല്ലാം മതപുരോഹിതന്മാർക്കറിയാം. അതുകൊണ്ട് അത് ഏറ്റവും വലിയ അക്രമമാകുന്നു മതപുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള സിദ്ധിച്ചിട്ടുള്ള തന്റെ പക്കലുള്ള വല്ല സാക്ഷ്യത്തെയും വിജ്ഞാനത്തെയും മറച്ചു വെക്കുന്നവനേക്കാൾ അധികം അക്രമി ആരുണ്ട്? വമൻ അദ്ലമു മിമ്മൻ കതമ ഷഹാദതൻ ഇൻദഹു മിനല്ലാഹ് എന്ന ഈ ചോദ്യം എല്ലാ വിഭാഗം പണ്ഡിതന്മാർക്കും ബാധകമാണ്. മുസ്ലിം പണ്ഡിതന്മാരാണെങ്കിൽ പോലും വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും വന്നിട്ടുള്ള വിജ്ഞാനങ്ങളെ മൂടിവെക്കുവാൻ ഒരു പണ്ഡിതനും തുനിയാൻ പാടുള്ളതല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന പക്ഷം അത് മേൽപ്പറഞ്ഞ ജൂത ക്രൈസ്തവ പുരോഹിതന്മാർ ചെയ്തതിന് തുല്യം തന്നെയാകുന്നു. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ആര് തന്നെ നിർവഹിച്ചിരുന്നാലും ആ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വലിയ ശിക്ഷയായിരിക്കും ഉണ്ടാവുക. കാരണം അല്ലാഹു ചോദിക്കുന്നത് വമൻ അദ്ലമു, ഏറ്റവും വലിയ അക്രമി ആരുണ്ട് എന്ന കാര്യമാകുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അശ്രദ്ധനാകുന്നു എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ഏതായിരുന്നാലും ആ സമുദായങ്ങളെല്ലാം കഴിഞ്ഞുപോയി. നിങ്ങൾക്കിതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ടുള്ള വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുക. പഴയകാല സമുദായങ്ങളുടെ പാരമ്പര്യം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ദുഷ്പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ടോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് യാതൊന്നും സമ്പാദിക്കുവാൻ സാധ്യമല്ല. അവർ സമ്പാദിച്ചു വെച്ചതുമായി അവർ കടന്നുപോയി.
അത് കഴിഞ്ഞുപോയി. നിങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീവിക്കുന്ന സമുദായങ്ങൾ എന്നുള്ള നിലക്ക് നിങ്ങൾ സമ്പാദിക്കുക. അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങളിൽ നിന്ന് അണുമണി തെറ്റാതെ കൃത്യമായും അത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. അവർ മുൻകഴിഞ്ഞ സമുദായങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല. നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചായിരിക്കും എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മുൻ പാരമ്പര്യങ്ങളെ കുറിച്ചല്ല, മുൻകാല സമുദായങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു പരിതപിച്ചത് കൊണ്ടല്ല, മറിച്ച് ഓരോരുത്തരും കൃത്യമായി പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥം അനുസരിച്ച്, വിശുദ്ധ ഖുർആൻ അനുസരിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്ന സത്യമാണ് ഇവിടെ ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആ തരത്തിൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ആ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട്, ആദർശം അംഗീകരിച്ചുകൊണ്ട്, പ്രമാണബദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി യഥാർത്ഥ തൗഹീദ് അനുസരിച്ച് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുന്ന അത്തരത്തിലുള്ള യഥാർത്ഥമായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മരണം പുൽകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കൃത്യമായും വിജയികളാകുന്ന